ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലി റിലീസായി ഇന്ന് 5ഓളം സിനിമകൾ തിയേറ്ററിലെത്തിയിട്ടുണ്ടെങ്കിലും തമിഴിൽ നിന്നുള്ള ഡ്യൂഡ്, ബൈസൺ എന്നിങ്ങനെ 2 സിനിമകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പ്രധാനമായും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത ബൈസൺ കാലമടൻ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. മാരി സെൽവരാജിന്റെ മികച്ച ഒരു സ്പോർട്സ് ഡ്രാമ സിനിമ എന്ന അഭിപ്രായമാണ് പൊതുവെ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിൽ പശുപതി, ആമീർ, ലാൽ, അനുപമ പരമേശ്വരൻ, രജീഷ വിജയൻ, അഴകം പെരുമാൾ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. 7 ലർസു ഛായാഗ്രഹണവും ശക്തി തിരു എഡിറ്റിംഗ് നിർവഹിക്കുന്നു. നിവാസ് കെ പ്രസന്നയാണ് സംഗീതം. ധ്രുവ് വിക്രത്തിന്റെ ആദ്യ സോളോ റിലീസ് ചിത്രമെന്ന നിലയിൽ ശക്തമായ പ്രകടനമാണ് ബൈസണിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അങ്ങനെ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന ബൈസൺ എന്ന സിനിമ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 3000 ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വൈകിട്ടോടെ പുറത്തുവരും. ദീപാവലി റിലീസായി ഇന്ന് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമ ഡ്യൂഡ്. കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിങ്ങനെയാണ് താരങ്ങൾ. ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് എന്നിങ്ങനെ മിക്സഡ് അഭിപ്രായമാണ് പൊതുവെ നേടിയെടുക്കാനായിട്ടുള്ളത്. പ്രദീപ് രംഗനാഥന്റെ പമ്പം വിജയം നേടിയ ഡ്രാഗൺ എന്ന സിനിമയോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലാണ് പൊതുവെ വന്നിട്ടുള്ളത്. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് നികേത് ഭൂമിയാണ്. ഭരത് വിക്രമ എഡിറ്റിംഗും സായി അഭ്യങ്കർ സംഗീതവും നിർവഹിക്കുന്നു. ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 12,000 ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, ജിയോമോൻ ജ്യോതിർ, പ്രശാന്ത് മാധവൻ, നിവേക് മിറർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്കും പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിയിരുന്നത്. ഷറഫുദ്ദീൻ തന്നെ നിർമ്മിച്ച ഈ സിനിമയുടെ ഇന്നലെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 55 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 90 ലക്ഷം റേഞ്ചിലുമാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ സിനിമയ്ക്ക് ഇപ്പോൾ മണിക്കൂറിൽ 1300 ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെടുന്നുണ്ട്. മോഹൻലാൽ നായകനെ രഞ്ജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വഴി നേടുന്ന സിനിമയാണ് രാവണപ്രഭു. 4K റീമാസ്റ്റർ പതിപ്പായി ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് 7ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 12 ലക്ഷം രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 3,18 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,90 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് 51ാം ദിവസമായ 8ാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം 50ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 8,35,000 രൂപയായിരുന്നു. അങ്ങനെ 50 ദിവസം കൊണ്ട് 121,16 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ലോകമെമ്പാടുമായി ആദ്യ 50 ദിവസം പിന്നിടുമ്പോൾ 301 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 16ാം ദിവസമാണ് പിന്നിടുന്നത്. 15ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 66 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 15 ദിവസം കൊണ്ട് 46,78 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ 15 ദിവസം കൊണ്ട് 579,50 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ 15 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത് 681 കോടി രൂപയാണ്. ഷെയ്ൻ നിഗം നായകനെ ഉണ്ണി ശിവലിംഗം തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന സിനിമയാണ് ബൾട്ടി. ഈ സിനിമ 21ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 6,75,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 21 ദിവസം കൊണ്ട് 8,99 ലക്ഷം രൂപയാണ് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 12.5-13 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഫാസിൽ മുഹമ്മദ് തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,75,000 രൂപയാണ്. അങ്ങനെ 24,85,000 രൂപയാണ് 7 ദിവസത്തെ കേരള കളക്ഷൻ. സെന്ന ഹെഗ്ഡെ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് അഭിഹിതം. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,70,70,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 40,55,000 രൂപയാണ് 7 ദിവസത്തെ കേരള കളക്ഷൻ. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഇന്ന് തിയേറ്ററിലെ വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.